ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ഡെയിലി വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി എരിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ എരിശ്ശേരി ചെയ്തിരിക്കുന്നത് ഏത്തക്കായും പയറും കൊണ്ടിട്ടാണ് കേട്ടോ. അപ്പം ഈ എരിശ്ശേരി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിലേ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒന്ന് ഓർത്തേക്കണം കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ എരിശ്ശേരി ഉണ്ടാക്കണമെന്ന് നോക്കാവേ. അപ്പം നമ്മുടെ കായും പയറും കൂടെയുള്ള എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്ന 1 കപ്പ് അളവിൽ പയറാണ് കേട്ടോ. നമ്മുടെ ഈ പയറ് ഈ വെള്ള കളറിലാണ് കേട്ടോ ഇതിരിക്കുന്നത്. പക്ഷേ ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ സാധാരണ നാട്ടിലത്തെ ആ ഒരു പയറിൻ്റെ കളറ് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഈ എരിശ്ശേരി സാധാരണ വയ്ക്കാനായിട്ട് പയർ ഒരു 3-4 മണിക്കൂറൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കണം കേട്ടോ. ഇവിടെ ഞാനിതിനെ ആവപ്പാടെ 1 മണിക്കൂറേ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഞാനിതിനിവിടെ 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സോക്ക് ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കഴുകിയെടുത്ത് ഒരു കുക്കറിനകത്തേക്കിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നമ്മൾ ഇതിനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സോക്ക് ചെയ്ത് 1 മണിക്കൂർ മാത്രം സോക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇതിന് ഏകദേശം ഒരു 3 to 4 വിസിൽ കേൾക്കണം കേട്ടോ. എന്നാലും നമ്മുടെ പയറ് വേഗത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു 4 മണിക്കൂറൊക്കെ സോക്ക് ചെയ്യുവാണെങ്കിൽ 1 വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ പയറ് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള കായ ഒന്ന് ശരിയാക്കി എടുക്കാം. ഇവിടെ ഞാൻ 2 വലിയ ഏത്തക്കായാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്കിവിടെ കിട്ടുന്ന ഏത്തക്കായ്ക്ക് ഈ തൊലിക്ക് ഭയങ്കര കട്ടിയുള്ളതുകൊണ്ട് അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ ഇനിയിപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എരിശ്ശേരി കായ കൊണ്ട് എരിശ്ശേരി ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ നന്നായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ 2 കായും ഇവിടെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുവാണ്. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഏത്തക്കായ ആണെങ്കിൽ അതിൻ്റെ തൊലിയൊന്നും ഇങ്ങനെ കളയണമെന്നില്ല കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഏത്തക്കായുടെ തൊലിക്ക് ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര കട്ടിയായതുകൊണ്ടാണ് ഞാൻ ആ തൊലിയൊന്നും ഇങ്ങനെ കളഞ്ഞെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കായൊക്കെ ഇവിടെ ഏകദേശം 2 കായും ഞാനിവിടെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരിഞ്ഞ കായിനെ നമുക്കിനി വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ കായിനെയൊക്കെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കായ്ക്കകത്തുള്ള കറയൊക്കെ ഒന്ന് മാറി നല്ലതായിട്ടൊന്ന് ഇരിക്കും കേട്ടോ ഈ മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ഇനി ഇവിടെ മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു 3/4 കപ്പ് അളവിൽ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ 5 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വളരെ കുറച്ച് അളവിൽ മാത്രം ഇതിനകത്തേക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ഇത് അരഞ്ഞു പോകേണ്ട, ഒരു തരിതരിപ്പോടുകൂടെ വേണം കേട്ടോ ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ ഇതിനിവിടെ അരച്ചെടുത്തിട്ട് ഇത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മളിതിനെ അരച്ചെടുത്തേക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമ്മുടെ പയർ ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ അവിയെല്ലാം പോയിട്ടുണ്ട് കേട്ടോ കുക്കറിനകത്ത്. അപ്പം അതിനുശേഷം ഇനി നമുക്കിതിനെ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പയറെല്ലാം ഇവിടെ നല്ല വെന്ത് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കിയേ, ഈ പയർ ഒരെണ്ണം എടുത്ത് നമുക്കൊന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കിയാൽ നന്നായിട്ട് തന്നെ ഇത് വെന്തിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെന്ത പയറിൻ്റെ കൂട്ടത്തിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ കായും കൂടെ ഇനി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കായും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ചേർക്കുന്നത് ഒരു 3 പച്ചമുളകാണ് കേട്ടോ. 3 പച്ചമുളക് ഒടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ചേർക്കുന്ന ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ശേഷം ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പയർ ഉപ്പിട്ടാണ് കേട്ടോ വേവിച്ചത്. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുത്ത് അതിനകത്തേക്ക് കുറച്ച് കരിവേപ്പിലയും പിന്നെ പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ വെള്ളം വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ പയറിനും കായ്ക്കും ഒപ്പമുള്ള അളവിൽ വെള്ളം വെച്ചാൽ മതിയായിരുന്നു. എനിക്ക് ഇത്തിരി കൂടെ വെള്ളം വേണമായിരുന്നു. അപ്പം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കായ
കായയുടെയും പയറിൻ്റെ ഒപ്പം ആ സെയിം ലെവലിൽ തന്നെ വെള്ളം വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു ഒറ്റ വിസിൽ ഇനി കേട്ടാൽ മതി കേട്ടോ. ഒറ്റ വിസിൽ കേട്ടിട്ട് അതിൻ്റെ ആവിയെല്ലാം അതിനകത്തിരുന്ന് തന്നെ പോയതിന് ശേഷം നമുക്കിതിനെ തുറന്ന് നോക്കാവേ. ഈ സമയത്ത് നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കടുക് ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിനകത്തേക്ക് കുറച്ച് ചുമന്നുള്ളി, ഒരു 6 ചുമന്നുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നന്നായിട്ട് സോട്ടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തേക്ക് ഇനി വേണ്ടത് ഒരു 4 വറ്റൽമുളകാണ് കേട്ടോ. അപ്പം ഞാൻ അതിനെ 2ആയിട്ട് മുറിച്ച് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെയും കൂടി ഒന്ന് നന്നായിട്ട് തന്നെ മൂപ്പിച്ച് നമുക്ക് എടുക്കണം. ഇതും കൂടി ഒന്ന് നന്നായിട്ട് സോട്ടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിരകിയ തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ചിരകിയ തേങ്ങ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു 1.5 കപ്പ് ചിരകിയ തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3/4 കപ്പ് തേങ്ങ അരച്ച് ചേർത്തു. പിന്നെ ഇവിടെ ഒരു 1.5 കപ്പ് തേങ്ങയും കൂടെ വറുത്ത് ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ സ്റ്റൗവിൻ്റെ തീയ ഏറ്റവും നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ തേങ്ങ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങ നമ്മൾ ഒരുപാട് തീയിൽ അങ്ങോട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തേങ്ങയുടെ ഒന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് തന്നെയല്ല, ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ ഏകദേശം തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഏകദേശം വരുമ്പോഴത്തേക്കും നമുക്കിതിനെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ കായും പയറും എല്ലാം കുക്കറിൽ വെന്ത് ആവിയെല്ലാം പോയി നല്ല റെഡി ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കിയാൽ നമ്മുടെ പയറും ആ കായും എല്ലാം കൂടെ നല്ല വെന്ത് നല്ല സെറ്റായോടെ ഇരിക്കുന്നുണ്ട്. നമുക്കിതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നോക്കിയാൽ നമ്മുടെ കായും പയറും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്, എന്നാൽ ഒന്ന് ഉടഞ്ഞൊന്നും പോയിട്ടുമില്ല കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിനകത്ത് ഉപ്പൊക്കെ നോക്കാം. ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോഴേക്കും നല്ല പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്ത് നമുക്കിതിനകത്തേക്ക് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഈ അരപ്പും നമ്മുടെ ആ വെന്ത് വന്ന കായും നമ്മുടെ പയറും എല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പയറും കായും ഒക്കെ ഉടഞ്ഞു പോകുമെന്ന് ഓർത്ത് വിഷമിക്കേണ്ട. നമ്മുടെ എരിശ്ശേരിയിൽ ഇത് നന്നായിട്ട് തന്നെ ഉടഞ്ഞു തന്നെ വരുമ്പോഴാണ് ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് എരിവോ ഉപ്പോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പാകത്തിന് നോക്കിയിട്ട്, എരിവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയാണെങ്കിലും ഈ സമയത്തൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്, വെള്ളം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൈയെടുക്കാതെ തന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കറി ചിലപ്പോൾ ഇതൊന്ന് അടി പിടിച്ചു പോകും. ഇപ്പോൾ ഇത് നല്ലതായിട്ട് കുറുകി തന്നെയാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് തിളക്കണ വരെയും വെയിറ്റ് ചെയ്യാം. നോക്കിയപ്പോൾ ഇതേ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. ഇതിൽ കൂടുതൽ ഇത് തിളച്ച് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേ നമ്മുടെ ആ ഒരു പയറും നമ്മുടെ അരച്ച തേങ്ങയുടെ ആ ഒരു ഗ്രേവിയും എല്ലാം കൂടെ മിക്സായി നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ തേങ്ങ വറുത്ത് ഇടേണ്ട സമയമാണ്. അപ്പോൾ നമ്മുടെ തേങ്ങ ദേ ഇപ്പം നല്ല സെറ്റായിട്ട് ഇവിടെ അടുത്ത അടുപ്പത്തിരുന്ന് നല്ല സെറ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിന് നമുക്കിത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് തേങ്ങ കിട്ടേണ്ടത്. ഈ കളറിൽ തന്നെ നന്നായിട്ട് മുരിച്ച് വറുത്ത് തേങ്ങ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെഡിയായ തേങ്ങ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇനി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്കിത് നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. കണ്ട ഇതാണ് അതിൻ്റെ ആ തേങ്ങയുടെ പാകം ഇതാണ് കേട്ടോ. അങ്ങനെ വേണം ഇത് കിട്ടാനായിട്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആ തേങ്ങയും കൂടി ഇട്ടപ്പോഴത്തേക്കും നമ്മുടെ കറിയുടെ കളറൊക്കെ ഇവിടെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊന്നും കൂടെ നല്ല തിക്കായിട്ട് നമ്മുടെ ആ ഒരു സൂപ്പർ എരിശ്ശേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയാൽ നല്ല തിക്കായിട്ട് നല്ല സൂപ്പറായിട്ട് ഇപ്പോൾ തന്നെ ഇത് ഇങ്ങനെ ഇരിക്കണം. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരം വെച്ചേക്കുമ്പോൾ ഇതൊന്നും കൂടെ ഇനി തിക്കാകും കേട്ടോ.
അപ്പോൾ നമ്മുടെ ചോറിൻ്റെയോ അല്ലെങ്കിൽ നമുക്ക് കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരിയാണ് കേട്ടോ ഇപ്പോൾ ഇത് റെഡി ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ എരിശ്ശേരിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതിനൊന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഈ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും ഒന്ന് ഓർത്തേക്കണം കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ എരിശ്ശേരിയുടെ ഫൈനൽ ടേസ്റ്റ് നോക്കി നല്ല സൂപ്പറായിട്ടാണ് വന്നേക്കുന്നത്. എനിക്കിതിനകത്തേക്ക് ഇനി ഒന്നും ചേർക്കേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരിയാണ് കേട്ടോ റെഡി ആയേക്കുന്നത്. അപ്പം ഞാൻ ഈ നമ്മുടെ എരിശ്ശേരി ഇവിടെ ട്രൈ ചെയ്ത് നോക്കിയതേ ചോറിൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഈ ചോറിലേക്ക് ഈ നല്ല ചൂടുള്ള കുത്തിരി ചോറിലേക്ക് ഈ എരിശ്ശേരിയും കൂടെ അങ്ങോട്ട് ഒഴിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാലുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നമുക്കൊരു ഭയങ്കര നൊസ്റ്റു ഫീലിംഗ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എല്ലാം പറയണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെയും എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.